നമസ്കാരം. ലഹരി കേസിൽ പ്രതിയായ നടൻ ഷൈൻ ടോം ചാക്കോയെ വീണ്ടും ചോദ്യം ചെയ്യും. നടന്റെ മൊഴി വിശ്വാസയോഗ്യതയല്ലെന്ന് പോലീസ് വിലയിരുത്തുന്നു. സിനിമാ മേഖലയിലെ മുഖ്യ ലഹരി വിതരണക്കാരിൽ ഒരാളാണെന്ന് കരുതുന്ന സജീറിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുഡ വിമലാദിയുടെ നേതൃത്വത്തിൽ ഇന്നലെ യോഗം ചേർന്നു. നിലവിൽ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിനോടകം പോലീസ് ശേഖരിച്ച വിവരങ്ങളും വിലയിരുത്തി. ഷൈനെതിരെ കാര്യമായ തെളിവ് ലഭിച്ചിട്ടില്ലെന്നും വൈകാതെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും കമ്മീഷണർ പറയുന്നു. ഷൈനൊപ്പം ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന രണ്ടാം പ്രതി മേക്കപ്പ് മാൻ മലപ്പുറം വളവന്നൂർ കൽപ്പാഞ്ചേരി വരിക്കോട്ടിൽ അഹമ്മദ് മുർഷാദിനെയും പോലീസ് ചോദ്യം ചെയ്യും. വിദേശ മലയാളിയായ വനിതയെ ഷൈൻ ഈ ഹോട്ടലിൽ കണ്ടതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുർഷാദ് നൽകിയ ലഹരി ഒളിപ്പിക്കാനാണ് ഷൈൻ ഓടിയതെന്നും ആരോപണമുണ്ട്. സജീറും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമയുമായും ഷൈനുള്ള ബന്ധം തെളിയിക്കാനുള്ള വിവരശേഖരണമാണ് പോലീസ് നടത്തുന്നത്. നടന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും മൊബൈൽ കോളും പരിശോധിക്കുന്നുണ്ട്. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് മുൻപായി ഷൈനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരിൽ ലഹരി കച്ചവടക്കാരോ ഇടനിലക്കാരോ ഉണ്ടോ എന്നും കണ്ടെത്തും. സിനിമാ മേഖലയിലെ മറ്റുള്ളവർ ലഹരി ഉപയോഗിക്കുന്നുവെന്ന ഷൈൻ പോലീസിന് മൊഴി നൽകിയിട്ടില്ലെന്നും കമ്മീഷണർ വ്യക്തമാക്കി. MDMAയും കഞ്ചാവും ഉപയോഗിക്കാറുണ്ടെന്നും 1 മാസത്തിനിടെ ഇവ ഉപയോഗിച്ചെന്നും ഷൈൻ സമ്മതിച്ചെങ്കിലും ഇത് ഉറപ്പിക്കണമെങ്കിൽ പരിശോധനാ ഫലം ലഭിക്കണം. മുറിയിലേക്ക് വരുന്നത് ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതെന്ന മൊഴി പോലീസ് തള്ളിയിട്ടുണ്ട്. ഗുണ്ടകളാണെന്ന് കരുതിയെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ലെന്നാണ് അന്വേഷണ സംഘം ചോദിക്കുന്നത്. ചിലരുടെ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി ഇടപാടുകാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല. ലഹരി ഇടപാടുകാരൻ ഷജീറിനായി അന്വേഷണം തുടരുകയാണ്. ആവശ്യമെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ വീണ്ടും വിളിപ്പിക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഷൈൻ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. രാസലഹരി പരിശോധനാ ഫലം വന്നതിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകുകയുള്ളൂ എന്നും കമ്മീഷണർ പറഞ്ഞു. തനിക്ക് 2 ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമാണുള്ളതെന്നാണ് ഷൈൻ പറഞ്ഞിട്ടുള്ളത്. ഈ അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റുകൾ ലഭിക്കാൻ ബാങ്ക് അധികൃതരെ പോലീസ് സമീപിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ ദിവസം ഷൈനിന്റെ അക്കൗണ്ടിൽ നിന്ന് 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇത് ഓൺലൈൻ പേയ്മെന്റ് ആയാണ് നൽകിയത്. ഈ വിവരങ്ങളടക്കമാണ് പരിശോധിക്കുന്നത്. പണം ലഭിച്ച നമ്പറിന്റെ ഉടമകളെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള നടപടി ചർച്ച ചെയ്യാൻ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച യോഗം ചേർന്നിരുന്നു. വിൻസി ഫിലിം ചേംബറിനുൾപ്പെടെ പരാതി നൽകിയ സാഹചര്യത്തിൽ ICCയോട് റിപ്പോർട്ട് നൽകാൻ കമ്മിറ്റി നിർദ്ദേശിച്ചു. മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ G സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് BR ജേക്കബ്, ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്, അമ്മ പ്രതിനിധികളായ ടിനി ടോം, കുക്കു പരമേശ്വരൻ, ദേവി ചന്ദ്ര, മറ്റ് സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.